നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധിയുടൻ അറസ്റ്റ് തടയണമെന്ന് പ്രതിഭാഗം. രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതിയിലെ FIR കോടതിയിൽ സമർപ്പിച്ചു. രാഹുൽ 8ാം ദിവസവും ഒളിവിൽ തന്നെ. ബംഗളൂരു കേന്ദ്രീകരിച്ച് അന്വേഷണം. രാഹുലിന്റെ വിധിയിൽ തിരിച്ചടി ഉണ്ടായാൽ പുറത്താക്കൽ നടപടിക്ക് കോൺഗ്രസ്. ഹൈക്കമാൻഡിന്റെ അനുമതിയോടുകൂടി മാത്രമേ കൂടുതൽ നടപടി ഉണ്ടാകൂ എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ അപജയത്തിന്റെ കേസെന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നും ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 8ാം പ്രതിയെ പത്മകുമാർ വീണ്ടും ജയിലിലേക്ക്. 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. പത്മകുമാറിനെ ദ്വാരപാലക ശില്പപാളി കടത്തിയ കേസിലും പ്രതിയാക്കി SIT റിപ്പോർട്ട്. കേസിലെ 6ാം പ്രതി S. ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ജയിലിൽ സുഖവാസമെന്നും 2 മന്ത്രിമാരും ജയിലിൽ പോകേണ്ടി വരുമെന്നും ചെന്നിത്തല. പ്രതിപക്ഷം പാർലമെന്റിൽ ഉത്തരവാദിത്തം മറന്ന് പെരുമാറുന്നുവെന്ന് ശശി തരൂറിന്റെ വിമർശനം. ശൈത്യകാല സമ്മേളനത്തിന്റെ 4ാം ദിനവും പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. ലേബർ കോഡ്, വായുമലിനീകരണം എന്നീ വിഷയങ്ങളും സഭയിൽ. വായുമലിനീകരണത്തിൽ പ്രതിപക്ഷ MPമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. PM ശ്രീയിൽ ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായി എന്ന് CPIക്ക് അഭിപ്രായമില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ധർമ്മേന്ദ്ര പ്രധാനേക്കാളും വിശ്വാസം ബ്രിട്ടാസിനെ. PM ശ്രീയിൽ CPMനും CPIക്കും ഒരേ നിലപാടെന്ന് ബിനോയ് വിശ്വം. കേരളത്തിന് ആവശ്യമായ ഫണ്ട് ലഭിക്കാൻ ഇനിയും കേന്ദ്രമന്ത്രിമാരെ കാണുമെന്ന് ജോൺ ബ്രിട്ടാസ് MP. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിൽ. വൈകിട്ട് പ്രധാനമന്ത്രി ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. ഉച്ചകോടി നാളെ ഹൈദരാബാദ് ഹൌസിൽ. സുഖോയ് യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്ന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരിക്കുകയാണ്. വിധി ഉടൻ ഉണ്ടാകും. അറസ്റ്റ് തടയണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അധിക രേഖകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതിയിലെ FIR കോടതിയിൽ സമർപ്പിച്ചു. അതേസമയം രാഹുൽ 8ാം ദിവസവും ഒളിവിൽ തന്നെയാണ്. ബംഗളൂരു കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. വിവരങ്ങളുമായി അൺഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിൽഡ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി എന്ന് തന്നെ പറയണം. അല്പസമയത്തിനകം തന്നെ അതുണ്ടാകില്ലേ? തീർച്ചയായും ശ്രീരാജിനകത്ത് അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമാകുന്നത് ശ്രീജ, ഈ കേസ് ഇന്ന് 2ാം ദിവസം പരിഗണിച്ചപ്പോൾ, വിധി പറയാനായി പരിഗണിച്ചപ്പോൾ ആദ്യം പ്രതിഭാഗം നോട്ട് ടു അറസ്റ്റ് എന്ന ഒരു ഹർജിയാണ്, അല്ലെങ്കിൽ നോട്ട് ടു അറസ്റ്റ് എന്ന അപേക്ഷയാണ് നൽകിയത്. ആ നോട്ട് ടു അറസ്റ്റ്, അതായത് ഇതിൽ ജാമ്യഹർജി, മുൻകൂർ ജാമ്യഹർജിയിൽ വിധി ഉണ്ടാകുന്നതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യരുത്. ആ കേസിൽ അല്ലെങ്കിൽ ആ ഹർജിയിൽ അല്പസമയത്തിനുള്ളിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ആ ഹർജിയിൽ നോട്ട് ടു അറസ്റ്റ് എന്ന് പറഞ്ഞ് പ്രതിഭാഗ അഭിഭാഷകർ നൽകിയ ആ ഹർജിയിൽ അല്പസമയത്തിനുള്ളിൽ വിധി ഉണ്ടാകും. 1ാം ഘട്ടം എന്ന നിലയിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ വിധി വരുന്നതിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ മുൻകൂർ ജാമ്യഹർജിയിൽ വിധി പറയാൻ ഇനി വൈകുമെന്നാണ്. ഇത് 2 രീതിയിലാണ് ഈ കേസ് കോടതി പരിഗണിക്കുന്നത്. ആദ്യം ഇത് നോട്ട് ടു അറസ്റ്റ് എന്ന ഒരു ഹർജി നൽകുന്നു. ആ നോട്ട് ടു അറസ്റ്റിൽ ഇപ്പോൾ വിധി അല്പസമയത്തിനുള്ളിൽ തന്നെ വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ അറസ്റ്റ് തടയുകയാണെങ്കിൽ, അതായത് മുൻകൂർ ജാമ്യഹർജിയിൽ വിധി വരുന്നത് ഒരു അറസ്റ്റ് തടയുകയാണെങ്കിൽ ഒരുപക്ഷെ മുൻകൂർ ജാമ്യത്തിൽ അന്തിമ വിധി വരുന്നത് വൈകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ അത് നോട്ട് ടു അറസ്റ്റ് പക്ഷേ തള്ളുകയാണെങ്കിൽ ഉടൻ തന്നെ മുൻകൂർ ജാമ്യ ഹർജി, അത് 2ാമത്തെ കേസായിട്ടാണ് പരിഗണിക്കുന്നത്, ഹർജിയായിട്ടാണ് പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യ ഹർജി, ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി ഉണ്ടാവുകയും അവിടെയും ജാമ്യത്തിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കാനുള്ള സാധ്യതയുമുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ അറസ്റ്റ്, അതായത് കീഴടങ്ങാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനുള്ള ഒരു അതിവേഗത്തിൽ കീഴടങ്ങാനുള്ള ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. എന്തായാലും അക്കാര്യത്തിൽ അല്പസമയത്തിന് ഒരു വ്യക്തത വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട്, മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വാദങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് കൂടുതൽ തെളിവുകൾ, 2ാമത് തെളിവുകൾ ഇന്ന് പ്രോസിക്യൂഷൻ നൽകി. ആ കേസിൽ ആ 2ാമത് നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാദിഭാഗത്തിനെയും പ്രതിഭാഗത്തിനെയും
വാദവുമൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇനി വിധി പറയുക എന്നതിന് മുന്നോടിയായപ്പോൾ നോട്ടു അറസ്റ്റ് നൽകിയ അപേക്ഷ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് വരെ തടയാൻ പാടില്ല, അറസ്റ്റ് തടയാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുള്ള ഹർജി അല്പസമയത്തിനകം തന്നെ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയും. അത് അറിയുമ്പോൾ തന്നെയും ഈ മുൻകൂർ ജാമ്യ ഹർജിയിലേക്കുള്ള വിധി എന്താകുമെന്ന കാര്യത്തിൽ നമുക്കൊരു ധാരണയിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ചായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ കീഴടങ്ങണമോ വേണ്ടയോ അതോ വീണ്ടും ഒളിവിൽ തുടരണമോ എന്ന കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും തീരുമാനമെടുക്കുവാൻ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ശ്രീജ. എന്നാൽ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഇനി ഒട്ടും അമാന്തിക്കില്ല എന്ന് തന്നെ വിചാരിക്കുകയാണ്. ആദ്യഘട്ടം എന്ന നിലയിൽ തന്നെ അല്പസമയത്തിനുള്ളിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യണമോ അറസ്റ്റ് തടയണമോ എന്ന കാര്യത്തിൽ അതിൽ അന്വേഷണ സംഘത്തിന് ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ശ്രീജ. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അറസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ തീരുമാനമുണ്ടാകും. എന്തായാലും അൺഫിൽഡ് തുടരുക. അൺഫിൽഡിലേക്ക് മടങ്ങിയെത്താൻ അതിനു മുമ്പ് ചില പ്രതികരണങ്ങൾ കൂടി കാണേണ്ടതായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉചിതമായ സമയത്ത് വേണ്ട നടപടിയെടുക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ആരോപണമുണ്ടായപ്പോൾ തന്നെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തനിക്ക് കിട്ടിയ പരാതി DGPക്ക് നൽകി. മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് ഹൈക്കമാൻഡിന്റെ അനുമതിയോടുകൂടി മാത്രമേ കൂടുതൽ നടപടിയെടുക്കാൻ കഴിയൂ എന്നും സണ്ണി ജോസഫ് ഇടുക്കിയിൽ പറഞ്ഞു. ഉചിതമായ നടപടി അതിൻ്റേതായ സമയത്തെടുക്കും. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് പാർട്ടി മാതൃകാപരമായിട്ട് ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം, സംസ്ഥാന പ്രസിഡന്റ്, തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്, രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അസംബ്ലി ചേരുന്നതിന് മുൻപായിട്ട് തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസ് MLA അല്ല അദ്ദേഹം എന്ന് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് കൊടുത്തു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ അപജയത്തിന്റെ കേസാണിതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. രാഷ്ട്രീയമായ കേസല്ല, പാർട്ടി ചെയ്യേണ്ട നടപടി ചെയ്യും. ഇനിയും നടപടി ആവശ്യമായി വന്നാൽ പാർട്ടി അത് ചെയ്യുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പാർട്ടി അതിന് ആലോചിച്ചല്ലേ തീരുമാനിക്കുന്നത്. എൻ്റെ നിലപാട് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കേരളത്തിന് അറിയാവുന്നതാണ്. ആദ്യം മുതലുള്ള എൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. പിന്നെ ഞാനൊരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിക്കകത്ത് ചർച്ചകൾ നടത്തിയല്ല തീരുമാനിക്കാൻ പറ്റും. അത് ഞങ്ങൾ തീരുമാനിക്കും. രാഹുലിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസ് ആണെന്നും ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും A റഹീം MP. കോൺഗ്രസ് നേതൃത്വം ഇന്ന് ക്രൈം സിൻഡിക്കേറ്റിന്റെ കയ്യിലാണെന്നും രാഹുലിന് വീണ്ടും വീണ്ടും സംരക്ഷണം ഒരുക്കുന്നത് തങ്ങൾക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തുമോ എന്ന ഭയം മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് MLA പൂർണ്ണമായ സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ സംരക്ഷണയിലും നിർദ്ദേശത്തിലുമാണ് പാലക്കാട് MLA ഇപ്പോഴും നിയമത്തിൻ്റെ കണ്ണുവെട്ടിച്ച് നടക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പരാതികൾ ഉയരുമെന്നും ഇരകളുടെ മാനത്തിന് ഷാഫി പറമ്പിൽ MP ഉത്തരം നൽകണമെന്നും കോൺഗ്രസ് സഹയാത്രിക MA ഷഹനാസ് കോഴിക്കോട് പ്രതികരിച്ചു. ഷാഫി പറമ്പിലിന് എല്ലാം അറിയാമെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. KPCC സാംസ്കാരിക സമിതിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തിരിച്ചെടുത്തത് പ്രതീക്ഷ നൽകുന്ന നടപടിയാണ്. സ്ത്രീകൾക്ക് സംസാരിക്കാനുള്ള ഇടം കോൺഗ്രസിൽ ഉണ്ട് എന്ന് കരുതുന്നുവെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പരാതി വന്നത് ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പരാതിയാണ്. ആ പരാതി എന്ന് പറയുന്നത് അതിന് പിന്നിൽ ഇനിയും ഒരുപാട് പെൺകുട്ടികൾ വരാനുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 23 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പെൺകുട്ടികളാണ്. അത്തരത്തിലുള്ള പെൺകുട്ടികൾ പോലും ബലാത്സംഗത്തിനൊക്കെ ഇരയായി എന്ന് കേൾക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കേണ്ടത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കാം എന്ന തോന്നലൊന്നും എനിക്കില്ല. എൻ്റെ ഉള്ളിലുള്ള സ്ത്രീ, എൻ്റെ ഉള്ളിലുള്ള അമ്മ ഉറപ്പായിട്ടും അത് പ്രതികരിക്കും. ഞാൻ അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇതൊക്കെ പാർട്ടി വേദിയിൽ ഷാഫിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതായി അറിവില്ല എന്ന് രമേശ് ചെന്നിത്തല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറുപടി പറയേണ്ടത് ഷാഫിയാണ്. നേരത്തെ CPM സൈബർ ആക്രമണം നടത്തിയെങ്കിൽ ഈ വിഷയം വന്നപ്പോൾ നമ്മുടെ ആളുകളും കൂടി. അതത്ര കാര്യമായി എടുക്കുന്നില്ല എന്നും ചെന്നിത്തല പറഞ്ഞു. ഷാഫി പറമ്പലിനെതിരായിട്ട് ഈ പറയുന്ന ആള് ഏതെങ്കിലും പാർട്ടി വേദിയിൽ പരാതി പറഞ്ഞതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, എനിക്കറിയത്തുമില്ല. ഇപ്പം ഞാനും ഈ ടെലിവിഷൻ ചാനലിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു. എന്താണെന്നുള്ളത് അന്വേഷിച്ച് പറയാം, കാരണം എനിക്കതിനെപ്പറ്റി അറിയില്ല. കാരണം നമ്മളൊന്നും വരുന്ന വേദി വരുന്ന ആളല്ല.
മറ്റു വാർത്തകൾ കൂടി നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 8ാം പ്രതി എ പത്മകുമാറിനെ ദ്വാരപാലക ശില്പപാളി കടത്തിയ കേസിലും പ്രതിയാക്കി അന്വേഷണ സംഘം. കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. അതേസമയം പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസം കൂടി നീട്ടി. ജാമ്യാപേക്ഷ ഡിസംബർ 8-നാണ് പരിഗണിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. കേസിലെ 6ാം പ്രതിയാണ് എസ് ശ്രീകുമാർ. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ 2019 ഉത്തരവിറക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മഹസറിൽ ഒപ്പുവെച്ചയാളാണ് ശ്രീകുമാർ. ശ്രീകുമാറിന്റെ ചോദ്യം ചെയ്യൽ കേസ് അന്വേഷണത്തിൽ നിർണായകമാണെന്നും ജാമ്യം നൽകുന്നത് കേസ് അന്വേഷണത്തെ ബാധിക്കും എന്നുമുള്ള അന്വേഷണ സംഘത്തിന്റെ വാദം പരിഗണിച്ചാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. PM ശ്രീ നടപ്പാക്കാൻ ബ്രിട്ടാസ് ഇടനിലക്കാരനായി നിന്നു എന്ന അഭിപ്രായമില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. PM ശ്രീയിൽ CPM-നും CPI-ക്കും ഒരേ നിലപാടാണ്. ബ്രിട്ടാസ് പാലമാകാനും ഇടനിലക്കാരനാകാനും പോകില്ല. ധർമ്മേന്ദ്ര പ്രധാനേക്കാളും വിശ്വാസം ബ്രിട്ടാസിനെയാണെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീ വിഷയത്തിൽ CPI-ക്കും CPM-നും ഒരേ അഭിപ്രായമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള CPI-യുടെ രേഖകൾ എത്രയോ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. പക്ഷെ അത് മാത്രമല്ല, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി പ്രമേയങ്ങൾ, CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ പ്രമേയങ്ങൾ ഒരേ കാഴ്ചപ്പാടാണ്. അങ്ങനെ ഒരേ വിഷയത്തിൽ താല്പര്യം ഉണ്ടായിരിക്കെ എനിക്കുറപ്പാണ് CPM-ന്റെ ഔദ്യോഗികമായ നിലപാടിനെ മറന്നുകൊണ്ട് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിക്കപ്പെടുന്ന അംഗമായ സഖാവ് ബ്രിട്ടാസ് BJP മന്ത്രിയുമായി പാലമാകാനോ, പിന്നെ ആ വാക്കെന്താ പറഞ്ഞത്, ഇടനിലക്കാരനായ പോകില്ല എന്നൊരു ഉറപ്പാണ്. PM ശ്രീ വിവാദത്തിൽ ജോൺ ബ്രിട്ടാസ് MPയും പ്രതികരണവുമായി രംഗത്തെത്തി. കേരളത്തിന് ആവശ്യമായ ഫണ്ട് ലഭിക്കാൻ ആവശ്യമെങ്കിൽ ഇനിയും കേന്ദ്രമന്ത്രിമാരെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ CPM BJP അന്തർധാരയെന്ന് രമേശ് ചെന്നിത്തല. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിലുള്ള പാലമായി ജോൺ ബ്രിട്ടാസ് പ്രവർത്തിച്ചു എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. BJP CPM ദല്ലാളായി ജോൺ ബ്രിട്ടാസ് പ്രവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാജ്യസഭാ അംഗമായത് ഈ ദല്ലാൾ പണിക്ക് കിട്ടിയ പ്രതിഫലമാണ്. കേന്ദ്ര ഏജൻസി അന്വേഷണത്തെ സ്വാധീനിക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു. SIR-ൽ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയാണ്. 4ാം ദിവസവും വിവിധ വിഷയങ്ങളിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലേബർ കോഡ്, വായുമലിനീകരണം എന്നീ വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കും. രാജ്യതലസ്ഥാനത്തെ വായുമലിനീകരണം ഉയർത്തി പ്രതിപക്ഷ MP-മാർ പാർലമെന്റിന് മുന്നിൽ ഇന്ന് രാവിലെ പ്രതിഷേധിച്ചിരുന്നു. പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശശി തരൂർ എന്ന് പറഞ്ഞതാണ്. വലിയ തോതിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുമ്പോൾ ശശി തരൂർ എന്ന് പറയുന്നു പാർലമെന്റിൽ പ്രതിപക്ഷം ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന്. പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഉത്തരവാദിത്തം മറക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ, അത് അവർക്ക് വലിയൊരു തിരിച്ചടിയാവുകയല്ലേ? ഷീജ, തീർച്ചയായും. അതായത് നേരത്തെ പല ഘട്ടത്തിലും കോൺഗ്രസിനെയും പ്രതിപക്ഷ സഖ്യത്തെയൊക്കെ തന്നെ ശശി തരൂർ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പാർലമെന്റ് സമ്മേളന കാര്യത്തിലും അത് വ്യത്യസ്തമല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നേരത്തെ തന്നെ എടുത്തതുപോലെ തന്നെ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ തരൂർ എടുത്തിരിക്കുന്നത്. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല, ചർച്ചയ്ക്കുള്ള സ്ഥലമാണ്, ചർച്ച ചെയ്ത് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. തെറ്റായ കീഴ്വഴക്കങ്ങളാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ UPA സർക്കാരിന്റെ കാലത്ത് BJP എടുത്ത NDA എടുത്ത അതേ നിലപാട് വീണ്ടും കോൺഗ്രസും പ്രതിപക്ഷ സഖ്യവുമൊക്കെ തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിയല്ല എന്ന് തന്നെയാണ് തരൂർ പറഞ്ഞു വെക്കുന്നത്. അതായത് നേരത്തെ എടുത്തിരുന്ന നിലപാടുകളെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകൾ ഇതാദ്യമല്ല. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം SIR-മായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നടത്തിയ പ്രതിഷേധങ്ങളുടെ കൂടി ഫലമായിട്ടാണ് ഒടുവിൽ ഭരണപക്ഷം ഇത്തരത്തിൽ ചർച്ചകൾ തയ്യാറായത്. അതിനെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ശശി തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഇന്ന് അതായത് ലേബർ കോഡും അതുപോലെ തന്നെ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയങ്ങൾ വന്നിരുന്നു. പക്ഷേ ആ പ്രമേയത്തിന് അനുമതി നൽകിയില്ല. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ അനുമതി നൽകാതിരിക്കുമ്പോഴും ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സഭാ നടപടികൾ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അതിനിടയിലാണ് ഈ അമേരിക്കൻ വിസയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ സഭയ്ക്കുള്ളിൽ വരികയും ചോദ്യോത്തരത്തിന്റെ മറുപടിയിലാണ്
വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് വിസയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുത്തിയത് ഒരു രാജ്യമാണ് തീരുമാനിക്കുന്നത്. ആ രാജ്യത്തെ വിസ സംവിധാനം ഏത് തരത്തിലായിരിക്കണം എന്നുള്ളത് അതിന് അധികാരം അമേരിക്കയ്ക്കുണ്ട്. മറ്റ് ആശങ്കകളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ വ്യാജ വിസ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ചില കേസുകൾ 531 കേസുകളാണ് സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്തത്. അതിൽ തന്നെ ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തുകൾ നൽകിയിരുന്നു. പക്ഷേ അതിൽ വളരെ ചുരുക്കം 17 എണ്ണത്തിന് മാത്രമാണ് തുടർ നടപടിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. അക്കാര്യത്തിൽ എന്തെങ്കിലും നിലപാടുകൾ അറിയിക്കാനുണ്ടോ എന്നുള്ളത് ഹാരിസ് ബീരാൻ MP വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കറോട് ചോദിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് അത് പരിശോധിച്ച് പറയാം, എത്ര എണ്ണത്തിലാണെന്ന് സംബന്ധിച്ച് ഒരു കൃത്യമായ കണക്ക് ഈ ഘട്ടത്തിലല്ല. പക്ഷേ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. ഏതെങ്കിലും തരത്തിൽ സഹായങ്ങൾ വേണമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തും എന്നുള്ളതാണ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ശ്രീജ. ശരി പ്രശാന്ത്. SIR-ൽ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയാണ്. 4ാം ദിനവും സഭയിൽ പ്രതിഷേധം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. അപ്പോഴും ശക്തമായി പ്രതിപക്ഷത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം പാർലമെന്റിൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശശി തരൂറും രംഗത്തെത്തുകയാണ്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു KK പ്രശാന്ത്. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും. വൈകിട്ടെത്തുന്ന പുടിൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വെള്ളിയാഴ്ചയാണ് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി. സുഖോയ് യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. പുടിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് 5 തലങ്ങളിലുള്ള സുരക്ഷയാണ് രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ലോകം ഉറ്റുനോക്കുന്ന സന്ദർശനത്തിനും കൂടിക്കാഴ്ചയ്ക്കുമാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് വൈകിട്ടാണ് ഡൽഹിയിലെത്തുന്നത്. ഇന്ന് സ്വകാര്യ കൂടിക്കാഴ്ചകൾ നടക്കും. രാഷ്ട്രപതി ഭവനിലെ ഔദ്യോഗിക സ്വീകരണവും പ്രധാനമന്ത്രിയുടെ വസതിയിലുള്ള കൂടിക്കാഴ്ചയുമാണ് ഇന്നത്തെ പരിപാടികൾ. നാളെ ഹൈദരാബാദ് ഹൌസിലാണ് ഉഭയകക്ഷി ചർച്ച. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ അമേരിക്കയുടെ അതൃപ്തി നിലനിൽക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ്. വാണിജ്യം, പ്രതിരോധം, സാമ്പത്തികം, സാങ്കേതികം, ഊർജം തുടങ്ങിയവ ഉൾപ്പെടെ നിരവധി മേഖലകളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കുക. പ്രതിരോധ മേഖലയിൽ പുതിയ യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നതുൾപ്പെടെയുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള കയറ്റുമതിയും ഇറക്കുമതിയും വർദ്ധിപ്പിക്കുന്നതും ചർച്ചയിലെ പ്രധാന ഘടകമാണ്. ഇന്ത്യ അമേരിക്ക പ്രശ്നം നിലനിൽക്കുന്നതിനാൽ മത്സ്യമേഖലയിൽ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ മറികടക്കാൻ റഷ്യയുമായുള്ള വാണിജ്യ കരാർ നിർണായകമാണ്. ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി ഇരു രാജ്യങ്ങളും അവലോകനം ചെയ്യുമെന്നും തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം റഷ്യ ചൈന സഹകരണം പോലെ ഇന്ത്യയുമായുള്ള സഹകരണം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അമേരിക്കൻ വിരുദ്ധ ചേരിയുടെ ഭാഗമായാണ് റഷ്യ ചൈനയെ കൂടെ നിർത്തിയിട്ടുള്ളത്. അതേ നിലപാട് ഇന്ത്യ സ്വീകരിക്കില്ല. അതേസമയം പുടിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി അതീവ സുരക്ഷയാണ് രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. 5 തലങ്ങളിലാണ് സുരക്ഷാ ക്രമീകരണം. 50 പേരടങ്ങുന്ന റഷ്യൻ സ്പെഷ്യൽ ഫോഴ്സും NSG, SPG കമാൻഡോകളും സുരക്ഷയ്ക്കായുണ്ട്. ഡൽഹി പോലീസിന്റെ കമാൻഡോ വിഭാഗവും തീവ്രവാദ വിരുദ്ധ സേനയും തന്ത്രപ്രധാന ഇടങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങൾ പൂർണ്ണമായും CCTV നിരീക്ഷണത്തിലാണ്. പുടിന് സഞ്ചരിക്കാനായി അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ഓറസ് സെനറ്റ് ലിമോസിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമലയിൽ ഇന്നും പുലർച്ചെ മുതൽ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് തൃക്കാർത്തികയോടനുബന്ധിച്ച് വൈകിട്ട് മേലെ തിരുമുറ്റത്ത് ദീപങ്ങൾ തെളിയിക്കും. കൂടുതൽ വിവരങ്ങളുമായി MM രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, തൃക്കാർത്തിക ദിവസമായി ഇന്ന് സന്നിധാനത്ത് വലിയ തിരക്ക് തന്നെയല്ലേ അനുഭവപ്പെടുന്നത്? ശബരിമലയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ ഏകദേശം 80,000-ഓളം പേർ ദർശനം നടത്തി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഔദ്യോഗിക കണക്ക്. ഇന്നലെ ഇതുപോലെ തന്നെ രാവിലെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. അതേസമയം രാത്രിയാകുമ്പോഴേക്കും തിരക്കൊഴിഞ്ഞ ഒരു കാഴ്ചയും സന്നിധാനത്ത് കാണാമായിരുന്നു. ഹരിവരാസനത്തിൻ്റെ സമയത്തൊക്കെ തന്നെ ദർശനം നടത്തിയ ആളുകൾക്ക് വീണ്ടും ദർശനം നടത്തുന്നതിനുള്ള സൗകര്യം ഉൾപ്പെടെ പോലീസ് ഒരുക്കുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാമായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ശബരിമലയിലെ അന്നദാനവുമായി ബന്ധപ്പെട്ട് അന്നദാന വിതരണവുമായി ബന്ധപ്പെട്ട് സദ്യ നടപ്പിലാക്കുമെന്നാണ് നേരത്തെ ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ സദ്യ നടപ്പിലാക്കുന്നതിനുള്ള നിയമപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിയോഗിച്ച 5 അംഗ കമ്മിറ്റി യോഗം ചേർന്നതിന് ശേഷം ദേവസ്വം ബോർഡ് വീണ്ടും യോഗം ചേരേണ്ടതുണ്ട്. ഈ യോഗത്തിൽ ഈ തീരുമാനങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ സദ്യ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. അതായത് നേരത്തെ തന്നെ വിതരണം ചെയ്യുന്നതിനുള്ള ആളുകൾക്കുള്ള
സംബന്ധിച്ചുള്ള കരാറുകൾ നൽകി കഴിഞ്ഞതാണ്. ഈ കരാറുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ നിയമപരമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സദ്യ വിതരണത്തിലെ തീരുമാനം വൈകുന്നത്. സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു എം രാഗേഷ്. അന്നപൂർണേശ്വരിയും ആദിപരാശക്തിയുമായ ചക്കുളത്തുകാവിൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് പതിനായിരങ്ങൾ. ജീവിതകളിലേറി ദേവി ഭക്തരുടെ പൊങ്കാല അടുപ്പുകൾക്ക് സമീപമെത്തി അനുഗ്രഹം ചൊരിഞ്ഞതോടെ പ്രസിദ്ധമായ ചക്കുളത്തുകാവ് തൃക്കാർത്തിക പൊങ്കാലയ്ക്ക് അവസാനമായി സുധീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സുധീഷ്, ചക്കുളത്തുകാവിൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് മനസ്സ് നിറച്ച ഭക്തർ അവിടെ നിന്ന് മടങ്ങിത്തുടങ്ങിയോ? തീർച്ചയായും ശ്രീജ, ഭക്തരുടെ ഒരു ഏറെ നാളത്തെ കാത്തിരിപ്പ് അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സമാഗതമായിരിക്കുന്നത്. ചക്കുളത്ത് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചുകൊണ്ട് അവർ മടങ്ങുന്ന കാഴ്ച. ഇപ്പോൾ തീർത്ഥങ്ങൾ തളിച്ച് ക്ഷേത്ര സമീപത്തും ക്ഷേത്ര പരിസരങ്ങളിലും ഒക്കെ തന്നെ തീർത്ഥങ്ങൾ തളിച്ച് അതിനുശേഷം പൊങ്കാല അടുപ്പുകളുമായി ഭക്തർ അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി ഭക്തരാണ് ഇത്തവണ ചക്കുളത്ത് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി എത്തിയത്. ചരിത്ര പ്രസിദ്ധമായ ചക്കുളത്ത് പൊങ്കാലയുടെ എല്ലാ നൈർമല്യത്തോടു കൂടിയും നിരവധി ഭക്തരാണ് ഇത്തവണ ചക്കുളത്ത് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി എത്തിയത്. ചരിത്ര പ്രസിദ്ധമായ ചക്കുളത്ത് പൊങ്കാലയുടെ എല്ലാ നൈർമല്യത്തോടു കൂടിയും എല്ലാ ഭക്തി ആദരവോടുകൂടിയുമായിരുന്നു ഭക്തർ ഈ പൊങ്കാല നിവേദ്യത്തിൽ അല്ലെങ്കിൽ ഇത്തവണത്തെ പൊങ്കാല മഹോത്സവത്തിൽ പങ്കാളികളായത്. ഏകദേശം രാവിലെ 10 മണിയോടുകൂടി ഭണ്ഡാര അടുപ്പിൽ അഗ്നി പകർന്നതോടുകൂടിയാണ് ഈ വർഷത്തെ ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൽ ചക്കുളത്തുകാവ് അമ്മയ്ക്കുള്ള പൊങ്കാല മഹോത്സവം ആരംഭിച്ചത്. തുടർന്ന് ഭക്തർ അവരുടെ കലങ്ങളിലേക്ക് അഗ്നി പകർന്നതോടുകൂടി പൊങ്കാല സമാരംഭിച്ചു. തുടർന്ന് അല്പസമയത്തിന് മുൻപാണ് പൊങ്കാല കലങ്ങളിലേക്ക് പൊങ്കാല നിവേദ്യം അർപ്പിച്ചുകൊണ്ട് തീർത്ഥം തളിച്ചതിന് ശേഷം ഇവിടെ നിന്നും ഭക്തർ മടങ്ങുന്നത്. ഏതായാലും വളരെ ഭക്തി ആദരവോടുകൂടിയുള്ള ഈ ചടങ്ങുകൾ ദർശിക്കാനും ഈ ചടങ്ങിൽ പങ്കെടുക്കാനുമായി പതിനായിരങ്ങളാണ് ക്ഷേത്രസന്നിധിയിലെത്തിയിരുന്നത്. എല്ലാവരും ആ ഒരു പുണ്യം പകർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീജ. ശരി സുധീഷ്. അന്നപൂർണേശ്വരിയും ആദിപരാശക്തിയുമായ ചക്കുളത്തുകാവിൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് പതിനായിരങ്ങൾ മടങ്ങുകയാണ്. തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് കുമാർ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. SIR-നായി കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാൻ SIR നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. ജീവനക്കാരെ വിട്ടു നൽകാൻ സർക്കാരുകൾ ബാധ്യസ്ഥരാണ് എന്ന് സുപ്രീംകോടതി. KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, നിർണായകമായൊരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. സംസ്ഥാനങ്ങൾ കൂടുതൽ ആളുകളെ വിട്ടു നൽകണം എന്നുള്ളൊരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ശ്രീജ, TVK തമിഴ്നാട്ടിലെ SIR-മായി ബന്ധപ്പെട്ട തമിഴക വെട്രി കഴകം നൽകിയ ഒരു ഹർജി സുപ്രീം കോടതി ഇത് പരിഗണിക്കുകയുണ്ടായി. ആ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇത്തരത്തിൽ, അതായത് ഏതെങ്കിലും തരത്തിൽ BLO-മാർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ ആവശ്യമായ ഉദ്യോഗസ്ഥ നൽകാൻ സംസ്ഥാന സർക്കാരുകൾ ബാധ്യസ്ഥരാണെന്ന് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജോയ് ബല്യ ബാങ്ജി അടങ്ങിയ 2-അംഗ ബെഞ്ച് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ കേസിൽ തിരിച്ചാണ് പറഞ്ഞത്. അത് നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി അത്തരമൊരു നിലപാടെടുത്തത്. അതായത് 2 തരത്തിലും ഉദ്യോഗസ്ഥരായിരിക്കണം. കൂടുതൽ ഉദ്യോഗസ്ഥരെ, അതായത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത തരത്തിലായിരിക്കണം SIR നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതൊരു നിർദ്ദേശമാണ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ തമിഴ്നാടിന്റെ കാര്യത്തിൽ മാത്രമല്ല വ്യക്തമാക്കിയിരിക്കുന്നത്, എല്ലാ സംസ്ഥാനങ്ങളും ഇത് ഉറപ്പാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ BLO-മാർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന് SIR നടപടികളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ അതിനായി വിനിയോഗിക്കണം. സംസ്ഥാന സർക്കാരുകൾ അക്കാര്യത്തിൽ ഒരു അലംഭാവവും കാണിക്കരുത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ 2-അംഗ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ TVKക്ക് വേണ്ടി ഹാജരായ ഗോപാൽ ശങ്കരനാഥൻ, മുതിർന്ന അഭിഭാഷകൻ, അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയത് പല ഉദ്യോഗസ്ഥരും രാവിലെ സ്കൂളിലും മറ്റും വന്ന് പഠിത്തവും മറ്റു കാര്യങ്ങളും എല്ലാം അവരുടെ അധ്യാപന ജോലിയെല്ലാം കഴിഞ്ഞ് 3 മണിക്ക് സ്കൂൾ വിട്ട ശേഷം പിന്നീട് തിരിച്ചെത്തി SIR നടപടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വലിയ ബുദ്ധിമുട്ട് അതുമായി ഉണ്ടാകുന്നു. മാത്രമല്ല, കല്യാണത്തിന് വേണ്ടി അവധി ചോദിച്ച ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെ വലിയ പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് അത്തരം ആളുകൾക്ക് ലീവ് എടുക്കാവുന്നതാണ്. പക്ഷേ ലീവ് നൽകുമ്പോൾ സ്വാഭാവികമായും അവധിയുടെ കാര്യങ്ങൾ പരിശോധിച്ച് അവർക്ക് അവധി നൽകേണ്ടതാണ്. അങ്ങനെ അവധി നൽകുമ്പോൾ പകരം ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ആ ഉദ്യോഗസ്ഥരുടെ അവരുടെ അവധി അവകാശത്തെ നിഷേധിച്ചുകൊണ്ടല്ല, മറിച്ച് അതേസമയം SIR നടപടികൾ തടസ്സപ്പെടാനും പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് 2-അംഗ ബെഞ്ച് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശ്രീജ. ശരി പ്രശാന്ത്. BLO-മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, SIR-നായി കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി.
ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിൽ സുഖവാസം നടത്തുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. 2 മന്ത്രിമാരും ജയിലിൽ പോകേണ്ടി വരും. അന്തർദേശീയ മാഫിയകൾ ഈ കൊള്ളയ്ക്ക് പിന്നിലുണ്ട്. ഗോവർദ്ധന് പിന്നിൽ പ്രവർത്തിച്ചതാരെന്നും ചെന്നിത്തല ചോദിച്ചു. താമരശ്ശേരി ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ മാലിന്യ പ്രശ്നത്തിൽ ഹരിത ട്രിബ്യൂണൽ കേസെടുത്തതോടെ പ്രതീക്ഷയോടെ പ്രദേശവാസികൾ. 2026 ജനുവരി 29 ഹരിത ട്രിബ്യൂണലിന്റെ ചെന്നൈ ബെഞ്ച് കേസ് പരിഗണിക്കും. അമ്പായത്തോട് ഫ്രഷ് കട്ടിനെതിരെ മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാണ് ഹരിത ട്രിബ്യൂണൽ കേസെടുത്തത്. ഫ്രഷ് കട്ട് കേന്ദ്രം വായുവും വെള്ളവും മലിനമാക്കുന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഹരിത ട്രിബ്യൂണലിന്റെ നടപടി. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ബാംഗ്ലൂരു പ്രാദേശിക കേന്ദ്രം, ജില്ലാ കളക്ടർ എന്നിവയെ കക്ഷി ചേർത്ത് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഫ്രഷ് കട്ടിലെ മാലിന്യ പ്രശ്നങ്ങൾ കാരണം പ്രദേശവാസികൾക്ക് ചർമ്മരോഗങ്ങളും ശ്വാസകോശ പ്രശ്നങ്ങളും വ്യാപകമാണെന്ന് ഹരിത ട്രിബ്യൂണൽ നിരീക്ഷിച്ചു. ഫ്രഷ് കട്ടിലെ അറവ് അവശിഷ്ടങ്ങൾ സമീപത്തെ ഇരുതുള്ളിപ്പുഴയെ മലിനമാക്കുന്നതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. സമരസമിതി പ്രവർത്തകരെ പോലീസ് വേട്ടയാടൽ തുടരുന്നതിനിടെ ഹരിത ട്രിബ്യൂണലിന്റെ ഇടപെടൽ പ്രദേശവാസികളിൽ പ്രതീക്ഷ ജനിപ്പിച്ചിട്ടുണ്ട്. ജനുവരി 29 ഹരിത ട്രിബ്യൂണൽ കേസ് പരിഗണിക്കുമെന്നിരിക്കെ മലിനീകരണ പ്രശ്നങ്ങളുടെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. അമ്പായത്തോട് സംഘർഷത്തിന് പിന്നാലെ പോലീസ് സംരക്ഷണയിൽ ആഴ്ചകൾക്ക് മുമ്പ് ഫ്രഷ് കട്ട് പ്രവർത്തനം പുനരാരംഭിച്ചിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. സിനിമാ തിയേറ്ററുകളിലെ CCTV ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിൽ. സംസ്ഥാന സർക്കാരിന്റെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന് കീഴിലുള്ള തിരുവനന്തപുരത്തെ കൈരളി, നിള, ശ്രീ തിയേറ്ററുകളിലെ CCTV ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. സംഭവത്തിൽ സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. അശ്ലീല വെബ്സൈറ്റുകൾ, ടെലിഗ്രാം, എക്സ് അക്കൗണ്ടുകൾ എന്നിവയിലൂടെയാണ് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. ക്ലൗഡിൽ നിന്നും CCTVയുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഹാക്ക് ചെയ്താണ് ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്തിരിക്കുന്നതെന്നാണ് നിഗമനം. സംഭവം പോലീസ് സൈബർ ഓപ്പറേഷൻസ് വിഭാഗം അന്വേഷിക്കും. ആഭ്യന്തര അന്വേഷണം തുടങ്ങിയതായി KSFDCയും അറിയിച്ചു. തിയേറ്ററിൽ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചിരിക്കുന്ന സിനിമാസ്വാദകരുടെ ദൃശ്യങ്ങളാണ് അശ്ലീല വെബ്സൈറ്റുകളിൽ ഉള്ളത്. പെയ്ഡ് സൈറ്റുകളിലാണ് ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. 2023 മുതലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ ചോർന്നിട്ടുള്ളത്. പ്രചരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ തിയേറ്ററിന്റെ പേരും സ്ക്രീൻ നമ്പരും തീയതിയും സമയവുമെല്ലാം വ്യക്തമായുണ്ട്. വിവിധ ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴിയാണ് പണം വാങ്ങി ഇത്തരം ദൃശ്യങ്ങൾ വിൽക്കുന്നത്. സാങ്കേതിക വിദഗ്ധരെ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഹാൽ സിനിമയുമായി ബന്ധപ്പെട്ട അപ്പീൽ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. സിനിമയിലെ വിവിധ സീനുകൾ ഒഴിവാക്കാനുള്ള സെൻസർ ബോർഡ് തീരുമാനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ കത്തോലിക്ക കോൺഗ്രസാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. കേന്ദ്ര സർക്കാരും സെൻസർ ബോർഡും സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്ന് ഡിവിഷൻ ബെഞ്ച് ഇന്നലെ വൈകുന്നേരം സിനിമ കണ്ടു. ഇന്ന് അപ്പീൽ പരിഗണിക്കുവാനാണ് ഡിവിഷൻ ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ T. സിദ്ദിഖ് MLAയുടെ ഭാര്യ FBയിൽ കവിത എഴുതിയാണ് ഷറഫുനിസയുടെ പ്രതിഷേധം. ഗർഭത്തിൽ കൈയിട്ട് ഞരടി ചോര കുടിച്ച രക്തരാക്ഷസ നീ ഇത്ര ക്രൂരനോ എന്ന് കവിതയിൽ പറയുന്നു. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നതിൽ ആദ്യം വിധി വരും എന്നുള്ളതായിരുന്നു അൺഫിലിറ്റ് നേരത്തെ പറഞ്ഞത്. ആ കാര്യത്തിൽ എന്തെങ്കിലും വിധി വന്നിട്ടുണ്ടോ? ജാമ്യാപേക്ഷയിലും വിധി ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം തന്നെ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജാമ്യാപേക്ഷയിൽ എന്തായാലും വാദം പൂർത്തിയായിരിക്കുകയാണ്. വിധി പ്രസ്താവം ഉടനെ തന്നെ ഉണ്ടാകും. അതിനു മുൻപ് തന്നെ അറസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ വിധി ആദ്യം വരും. അതിനുശേഷമായിരിക്കും ജാമ്യാപേക്ഷയിലെ വിധി ഉണ്ടാവുക. അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, കേൾക്കാമെങ്കിൽ കേൾക്കാം. അൺഫിലിറ്റ്, തുടരാം. ശ്രീജ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ വാദം പൂർത്തിയായത്, അതായത് ഇപ്പോൾ 1 മണിക്ക് വാദം കേൾക്കുമെന്ന് പറഞ്ഞത്, ഹർജിയിൽ വിധി പറയുമെന്ന് പറഞ്ഞത്, ആ 1 മണി സമയത്ത് ഈ നോട്ട് ടു അറസ്റ്റ്, അതായത് മുൻകൂർ ജാമ്യത്തിൽ വിധി വരുന്നതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ട് ടു അറസ്റ്റ് ഹർജി ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ തന്നെയും രാഹുലിന്റെ അഭിഭാഷകർ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൽ തീരുമാനമെടുക്കുക അല്ലെങ്കിൽ അതിൽ വിധി പറയുക എന്നതാണ് കോടതിയിലേക്ക് പോയത്. അതാണ് കോടതി ആദ്യം പറയുക. അത് അല്പസമയത്തിന്
അല്പസമയത്തിനുള്ളിൽ തന്നെ, അതായത് രാഹുലിനെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ, മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് രണ്ടാം ഘട്ടമായാണ്. ആദ്യഘട്ടത്തിൽ അതുവരെയും, അതായത് മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരുന്നതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അപേക്ഷ നൽകിക്കൊണ്ടുള്ള ഹർജി, ആ ഹർജിയിൽ അറസ്റ്റ് തടയണമോ വേണ്ടയോ എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി വിധി പറയുമെന്ന് മനസ്സിലാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധി സംബന്ധിച്ച് ജാമ്യാപേക്ഷയിൽ വിധി വരാൻ അല്പസമയം മാത്രമേ ഉള്ളൂ. അറസ്റ്റിൽ വിധി അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. യൂട്യൂബിൽ തത്സമയം വാർത്ത കാണാം.